രണ്ട് ടോപ്പിക്സ് ആണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ നിർബന്ധമായിട്ടും ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. സെക്കൻഡ് വൺ ഐടിയുടെ മാർക്ക് എങ്ങനെ പേഴ്സൻറ്റേജ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. മരുഭൂമിയിലെ വെള്ളം അന്വേഷിക്കുന്ന അവരുടെ അവസ്ഥയാണ് ഇനി കുറച്ച് നാളത്തേക്ക് ഐടി കഴിഞ്ഞ ചിലരുടെ അവസ്ഥ. അതായത് ഒരു ഐടിയെ പറ്റിയിട്ട് യാതൊരു അറിവും ഇല്ലാത്തവരോട് ഐടിയെ പറ്റിയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കും. സോ അതിൽ നിന്ന് യാതൊന്നും ലഭിക്കാൻ പോകുന്നില്ല. ഫസ്റ്റ് വൺ അത് നിങ്ങൾ ചെയ്യാതിരിക്കുക. മറിച്ച് നിങ്ങളോട് ആരെങ്കിലും നിങ്ങൾ എന്താണ് പഠിച്ചതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐടി എന്ന് പറയുന്നതിന് പകരമായിട്ട് നിങ്ങൾ പഠിച്ച ട്രേഡിനെ മാത്രം പറയുക. സോ അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അതേപ്പറ്റിയിട്ട് അറിയാൻ ക്യൂരിയസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഫിറ്റർ എന്ന് പറയുന്ന സമയത്ത് എന്താണ് എന്ന് ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇലക്ട്രീഷ്യൻ, വെൽഡർ, പ്ലംബർ എന്നിങ്ങനെയുള്ള ചുരുക്കം ചില ട്രേഡുകളെ പറ്റിയിട്ട് മാത്രമേ നമ്മളുടെ ജനങ്ങൾ കേട്ട് പരിചയം ഉണ്ടാവുകയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിൽ അവരോട് ഐടി എന്ന് പറയുന്നതിന് പകരം നമ്മുടെ ട്രേഡിനെയും പറയുക. ഇതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രേഡിനെ പറ്റിയിട്ട് അവർക്കറിയാൻ തോന്നും. സോ നമ്മൾ ആ ട്രേഡിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടിയിട്ട് ആ ട്രേഡിനെ പറ്റി നമ്മൾ ഇപ്പോൾ തന്നെ റിസർച്ച് ചെയ്ത് നമ്മൾക്ക് ഒരു അറിവ് നേടിയിരിക്കണം. സെക്കൻഡ് വൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വേക്കൻസി അവർ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരായിരിക്കും, പത്രം വായിക്കുന്നവരായിരിക്കും. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ട്രേഡിന് വേക്കൻസി ഉണ്ട് എന്ന് അവർക്ക് കണ്ടാൽ പെട്ടെന്ന് നിങ്ങളുടെ മുഖം അവരുടെ മൈൻഡിലേക്ക് വരും. അങ്ങനെ ആ ഒരു വേക്കൻസി ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ അത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവും. അപ്പോൾ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഒന്നാം വർഷത്തെ ട്രെയിനി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച 600ലാണ് ടോട്ടൽ മാർക്ക്. നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് ആദ്യം എൻ്റർ ചെയ്യുക. സോ ഇപ്പോൾ 517 ലഭിച്ചുവെങ്കിൽ 517 ദെൻ ഗുണം 517 ഗുണം 100 എന്ന് ചെയ്യുക. ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്കായിട്ടുള്ള 600 എൻ്റർ ചെയ്യുക. സോ ഇപ്പോൾ നിങ്ങൾക്ക് 86.16 എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ എന്താണോ കാണുന്നത് അതാണ് നിങ്ങളുടെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത്. സോ ആദ്യം ലഭിച്ച മാർക്ക് അതിനെ 100 കൊണ്ട് ഗുണിക്കുക, ടോട്ടൽ മാർക്കായിട്ടുള്ള 600 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ സെക്കൻഡ് ഇയറുകാർക്കാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ വർഷം ലഭിച്ച മാർക്ക് 517 പ്ലസ് രണ്ടാമത്തെ വർഷം ലഭിച്ച മാർക്ക് 550 ആണെന്നുണ്ടെങ്കിൽ അത് = 1067. സോ അതിനെ വീണ്ടും 100 കൊണ്ട് ഗുണിക്കുക. ദെൻ ടോട്ടൽ മാർക്കായിട്ടുള്ള 2 വർഷത്തെ കൂടെ 600 പ്ലസ് 600 1200 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ലഭിക്കുന്നതാണ് പേഴ്സൻറ്റേജ്. സോ അതായത് ഒറ്റ കാര്യം ചെയ്താൽ മതി. അതായത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് ഒന്നാം വർഷമാണെങ്കിൽ ഒന്നാം വർഷം, 2 വർഷമാണെങ്കിൽ 2 വർഷത്തേതും കൂടി ടോട്ടൽ ലഭിച്ചിട്ടുള്ള മാർക്ക് എടുക്കുക. ടോട്ടൽ മാർക്ക് എടുക്കുക, അതിനെ 100 കൊണ്ട് ഗുണിക്കുക. ദെൻ അതിനുശേഷം ടോട്ടൽ, അതായത് ഫുൾ ആയിട്ടുള്ള മാർക്ക്, ലഭിച്ച മാർക്കിനെ 100 കൊണ്ട് ഗുണിച്ച് ടോട്ടൽ ആയിട്ടുള്ള മാർക്ക് കൊണ്ട് അതിനെ എന്ത് ചെയ്യുക, ഭാഗിക്കുക. അപ്പോൾ ലഭിക്കുന്ന മാർക്കാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. താങ്ക്